റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞു നിങ്ങൾ ഖുർആനിൽ ഒരിടത്തില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ആദർശം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള എന്ന് പറഞ്ഞാൽ ആദർശമില്ലാത്ത ഒരു പ്രത്യേക വിഭാഗത്തെ ഒന്നും തിരഞ്ഞാൽ കാണാൻ കഴിയില്ല. ആദർശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അവരവരുടേതായ ആദർശം അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് പറയുന്നു, അതിനനുസരിച്ച് എഴുതുന്നു, പ്രസംഗിക്കുന്നു, പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ മതമുണ്ട് മതമില്ല എന്ന കണക്കൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ ആദർശങ്ങളും ചിന്തകളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ പ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക വിഭാഗമാണ്, പ്രത്യേക സംഘമാണ്, ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേക സംവിധാനങ്ങളിൽ, പ്രത്യേക നിയമാവലികൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു സംഘമാണ് നമ്മൾ. നമ്മുടെ ഒരു ആദർശ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആദർശ പ്രഭാഷണമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഈ ആദർശ പ്രഭാഷണം മറ്റു പല ആദർശ പ്രഭാഷകർക്കും മറ്റു പല ആദർശങ്ങളിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്നവർക്കും ഒരുപക്ഷെ വേറിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, തോന്നണം. അവരെല്ലാം ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. മീഡിയയിലൂടെ ഇത് ഓപ്പണായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ആദർശം പറയുമ്പോൾ മതവിശ്വാസികളായ നമ്മൾ നമ്മുടെ ആദർശം പറയുമ്പോൾ മതനിരാശ ഉള്ള ഈ നാട്ടിൽ മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന, മതത്തെ കൊഞ്ഞലം കുത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ, മതത്തെ പരിഹാസത്തോടുകൂടി കാണുന്ന ഈ പരിസരങ്ങളിൽ മതത്തിന്റെ ആദർശം പറയുന്ന സമയത്ത് നമുക്കെതിരെയുള്ളവർ ഈ ആദർശം ആരോടാണോ പറയുന്നത് അവർ ഒന്നാണ്. നാട്ടിൽ എത്ര ആദർശം ഉണ്ടെങ്കിലും, അവർക്കിടയിൽ എത്ര ഭിന്നതകൾ ഉണ്ടെങ്കിലും, അവരെത്രമേൽ വളർന്നാലും എത്ര വിഘടിച്ചാലും, അത് 1, 2, 3, 4, 8 വരെ എത്തി, ഇനി അത് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞാലും, ഇനി മതത്തിന്റെ പേര് പറയാൻ മടിക്കുന്ന സംഘങ്ങൾ വരെ എല്ലാം നമുക്ക് മുമ്പിൽ ഒന്നാണ്. നമ്മൾ പറയുന്നത് ഒന്നും, അപ്പുറത്തുള്ളതെല്ലാം മറ്റൊന്നും. ഇതിനിടയിലൊന്ന്, അങ്ങനെ ഒന്നില്ല. സത്യവും അസത്യവും എന്ന രണ്ടെണ്ണമേ ഉള്ളൂ. സത്യം, അസത്യം. സത്യത്തിന്റെ വാഹകർ ആദർശ പ്രചാരണം, പ്രഭാഷണം, വിശദീകരണം നടത്തുമ്പോൾ അസത്യത്തിന്റെ വാഹകർക്ക് എന്ന് പറഞ്ഞാൽ ഈ ആദർശത്തിൽ വിശ്വസിക്കാത്ത, ഈ സിസ്റ്റം സ്വീകരിക്കാത്ത, ഈ സംവിധാനത്തിലൂടെ പോകാത്ത ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, അതേതു പേരിലായാലും ശരി, അതിനാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്, അതേത് പേരിലാണെങ്കിലും ശരി, അവരെയും നമ്മയും ഈ ലോകത്തെ മുഴുവനും സൂര്യ ചന്ദ്ര നക്ഷത്രാദിഗോളങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ അല്ലാഹ്, ആ റബ്ബിനെ കുറിച്ച്, അല്ലാഹുവാണ് ഈ ലോകം മുഴുവനും പടച്ചത്, സംവിധാനിച്ചത്, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്തവരെയും, അവനെ സ്വീകരിച്ചവരെയും ഉൾക്കൊണ്ടവരെയും പരിഹസിച്ചവരെയും നിന്ദിച്ചവരെയും അവിശ്വസിച്ചവരെയും എല്ലാവരെയും പടച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആശയധാരയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നുകൊണ്ട് തന്നെ ഇത് ലോകത്തിന്റെ ആദർശ പ്രഭാഷണമാണ്, ലോകരുടെ ആദർശ പ്രസംഗമാണ്, ലോകരുടെ ആദർശ വിശദീകരണമാണ്, മുഴുവൻ ആളുകളുടെയും ആദർശമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇവിടെ ഉസ്താദുമാർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സംഘടന ഈ പരിസരങ്ങളിൽ സംഘടിപ്പിക്കുന്ന സകല വിശദീകരണങ്ങളും ലോകരുടെ ആദർശ വിശദീകരണമാണ്. അവരറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിത് പറയുന്നത് ഏതെങ്കിലും ആളുകൾക്ക് അത് ഞങ്ങളുടേതല്ല എന്ന് തോന്നരുത്, നിങ്ങളുടേതാണ്. അത് ഞങ്ങളുടെ പ്രസ്ഥാനമല്ല എന്ന് തോന്നരുത്,
നിങ്ങൾക്ക് തെറ്റുപറ്റി, ഇത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്. അപ്പോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ഇരുന്ന് ഓലെന്താ പറയണത് എന്ന് നോക്കുന്നതിന്റെ മുമ്പ് ഓലെന്താണാവോ പറയണത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെയാണ്, അവർ വേറെ എന്തൊക്കെയോ പറയുകയാണെന്ന ധാരണ തിരുത്തണം. നമുക്കൊന്നു പറയാം ഒരുമിച്ച്, നമ്മുടെ നാഥനായ ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ച്, ഞങ്ങളുടെ റബ്ബിനെ കുറിച്ചല്ല, നിങ്ങളുടെ റബ്ബിനെ കുറിച്ചല്ല, നമ്മളുടെ റബ്ബ്, ഈ ലോകത്തെ മുഴുവനും പടച്ച റബ്ബ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അപ്പോൾ യുക്തിവാദി ഇത് കേൾക്കണം, ഒരു നിരീശ്വരവാദി ഇത് കേൾക്കണം, സ്വതന്ത്ര ചിന്തയ്ക്ക് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് നട്ടോട്ടമോടുന്നവർ ഇത് കേൾക്കണം. ഇതിനാണ് ആദ്യം ഞാനത് പറഞ്ഞത്. ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആദർശ വിശദീകരണം അല്ല. ഒരു വിഭാഗമേ ലോകത്തുള്ളൂ, അത് സൃഷ്ടി എന്ന് പറയുന്ന വിഭാഗമാണ്. സൃഷ്ടാവിന്റെ അടിമകളാകുന്ന സൃഷ്ടികളെ സൃഷ്ടാവ് പടച്ചതിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് വിശദീകരിക്കുന്ന സംഘമാണ് ആദർശ വിശദീകരണം എന്ന രൂപത്തിൽ ഞങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സർവബുദ്ധിയുള്ള സൃഷ്ടികളെയും ശബ്ദം ശ്രമിക്കാൻ നാഥൻ അവരോട് പറഞ്ഞ, നമ്മളോട് പറഞ്ഞ ഖലീഫമാര് മുഖേന നമ്മളിലേക്ക് നാഥൻ വിവരമറിയിച്ചു തന്ന വിവരങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യകുലത്തിന്റെ അതിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും തുടക്കം സയ്യിദുന ആദം അലൈഹിസ്സലാം, തുടക്കം എല്ലാവരും പിറകോട്ടൊന്ന് തിരിഞ്ഞു സഞ്ചരിച്ചാൽ ഈ കാലത്തിൽ നടന്ന ചരിത്രങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പിറകോട്ട് തിരിഞ്ഞു പോയാൽ നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കും. കേരളത്തിലെ പശ്ചാത്തലങ്ങൾ തന്നെ പലവരും പല രൂപത്തിൽ വിശദീകരിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് തിരിച്ചു സഞ്ചരിക്കുമ്പോൾ ഇന്നൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രം തിരിച്ചു സഞ്ചരിക്കുമ്പോൾ ഇന്നൊരു പക്ഷേ പലവരും ഞങ്ങളാണ് ഇന്ത്യയുടെ എല്ലാം ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, എല്ലാം ഞങ്ങളുടെ കീഴിലാണെന്ന് പറയുന്നവരും, ഇന്നത്തെ നവോത്ഥാനം ഇതിന്റെ മുഴുവൻ അവകാശികൾ ഞങ്ങളാണെന്ന് പറയുന്നവരും ഒരുമിച്ചൊന്ന് തിരിഞ്ഞു നടന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? അതേത് ആദർശ വിശദീകരണത്തിലും, ഏത് രാജ്യത്തെക്കുറിച്ചും, ഏത് ചരിത്രത്തെക്കുറിച്ചും, ഏത് സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ കാലങ്ങളിലേക്ക് തിരിഞ്ഞുപോയാൽ ഒന്ന് ചുരുങ്ങും, ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നീതിയുടെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ ജനിച്ചു. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ, ഈ ലോകത്ത് നമ്മൾ ജനിക്കും മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടുണ്ട്. നമുക്കിതിന് മുമ്പ് ഒരു ലോകം ഉണ്ടായിട്ടുണ്ട്. ഈ ലോകം കഴിഞ്ഞിട്ട് ഇനിയൊരു ലോകവും ഇനി വരാനുണ്ട്. ഇതിനിടയിലുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ നമ്മളുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് മുമ്പ് നമ്മളുണ്ട്, നമുക്ക് ശേഷവും നമ്മളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന ഈ അർത്ഥത്തിൽ, ഞാൻ എന്ന ഈ അർത്ഥത്തിൽ, നീ എന്ന ഈ അർത്ഥത്തിൽ, അവനും അവളും എന്ന് പറയുന്ന ഇന്ന് നാം പരിചയപ്പെട്ട ഈ അർത്ഥത്തിലുള്ള നമുക്ക് മുമ്പ് നമ്മൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ശേഷവും നമ്മളുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നിങ്ങൾ ജനിക്കും മുമ്പ് തന്നെ നിങ്ങളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മളോട് ഒരു സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മളോട് പടച്ച റബ്ബ് സംസാരിച്ചിട്ടുണ്ട്. നമ്മളോട് ഖിതാബ് വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുമ്പോൾ അന്ന് നമ്മൾ മറുപടിയും പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മതവിശ്വാസിയുടെ ആദർശ. പിന്നെ പരന്നു ഭുവനമിൽ മനുഷ്യ കോടികൾ, അവർ തീർത്തു ജാതി വർഗവർണ്ണത്തിന്റെ സീമകൾ. അംലാക്കു ചൊന്ന വചനവും പുലർന്നു പാരിതിൽ. പടക്കും മുമ്പൊരു ചർച്ച, നമ്മളെ സൃഷ്ടിക്കും മുമ്പ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. വിശുദ്ധ ഖുർആൻ നമ്മളെ സൃഷ്ടിക്കും മുമ്പ്, നമ്മളാകുന്ന മനുഷ്യകുലത്തിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം,
ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കും മുമ്പ് വിശുദ്ധ ഖുർആനിൽ ആദ്യമേ ഇത് അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. അൽ ബഖറയിലൂടെ ഞാൻ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാനൊരു ഖലീഫയെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ നമ്മുടെയൊക്കെ ആദ്യത്തെ തുടക്കം ഞാൻ പറഞ്ഞു, നമ്മൾ ഒതുങ്ങുമെന്ന്, നമ്മൾ ചുരുങ്ങുമെന്ന്. നമ്മൾ പോയി 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 ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുരങ്ങൻ മറിഞ്ഞിങ്ങനെ ആലോചിച്ച് നോക്കി, മാറി 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 ഇങ്ങനെ ഈ കോലത്തിൽ പ്രസംഗിക്കാൻ പറ്റിയൊരു കോലത്തിൽ, പാടാൻ പറ്റിയൊരു കോലത്തിൽ, മാഷാ അല്ലാഹ്. ബുർജ് ഖലീഫ ഉണ്ടാക്കുന്നിടത്തേക്ക് ഒരു കുരങ്ങൻ വളർന്ന ഒരു രംഗം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ബുർജുൽ അറബും ബുർജ് ഖലീഫയും ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് ഒരു കുരങ്ങൻ വന്നത് ഒരു ഡൗട്ടില്ലാതെ അങ്ങ് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ഒരു റിസ്കില്ലല്ലോ. ഈ മുകളിലൂടെ പോകുന്ന ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നിടത്തേക്ക് ഒരു കുരങ്ങനെ നിസാരപ്പെടുത്തി എന്ന് പറഞ്ഞ് നാളെ കേസ് വരുമെന്ന് അറിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കല. കുരങ്ങൻ വലിയവരാവട്ടെ, നമ്മളെ വിഷയം അതല്ല. കാരണം അച്ഛനെ അപമാനിക്കരുതെന്ന് നാളെ ഒരു പക്ഷേ ആരെങ്കിലും മീഡിയയിൽ വന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം അവർ പറയുന്നത് അവരുടെ അച്ഛൻ സഞ്ചരിച്ചു തിരിച്ചു പോയപ്പോൾ അവരെത്തിപ്പെട്ടത് കുരങ്ങനിലാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. കുരങ്ങൻ മാറി മാറി ഈ ഇന്റർനെറ്റ് യുഗത്തിലെ ഈ വിപ്ലവങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ടോ, ആധുനിക നവോത്ഥാന ലോകം, ശാസ്ത്ര ലോകം എന്ന് പറയുന്ന ശാസ്ത്ര മേഖലയിൽ ഇന്നുണ്ടായ വിപ്ലവങ്ങൾ എന്തൊക്കെയുണ്ടോ, ഇങ്ങോട്ടൊക്കെ വളർന്നു പന്തലിച്ച ആ കുരങ്ങൻ ഇങ്ങനെ വന്ന വരവ് ഓർത്തിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അവർക്ക്, അത് നമുക്കൊരു സുഖമില്ല. അതിനു വേണ്ടി പറഞ്ഞതാണ് ഞാൻ. ചില കൊഞ്ഞലം കുത്തിക്കൊണ്ട് ദൂരെ ഇരുന്ന് മതത്തിന്റെ അനുയായികൾ അർവാഹുകളെ കുറിച്ച് പറയുന്നു, ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. ജീവിതം, അതിന്റെ മുമ്പൊരു ജീവിതം, മരണം പിന്നെയും ഒരു ജീവിതം, ഖബറും ചോദ്യവും എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്. നമ്മൾ പറയുന്നത് നാം മനുഷ്യനാണ്, നമ്മുടെ മുമ്പുണ്ടായതും മനുഷ്യൻ. നമ്മൾ മനുഷ്യനാണ്, നമ്മുടെ മുമ്പുള്ളത് കുരങ്ങൻ എന്നത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഹൃദയത്തിന് എത്ര സിമ്പിൾ ആയിട്ട് ഉൾക്കൊള്ളാം നമ്മുടെ മുമ്പ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അല്ലല്ല, നമ്മുടെ മുമ്പ് മനുഷ്യനാണെങ്കിൽ പിന്നെന്താണ് അതിന്റെ മുമ്പ്? എന്നാ പിന്നെ കുരങ്ങനാണെങ്കിൽ പിന്നെന്താ അതിന്റെ മുമ്പ്? ചോദ്യം ഏതായാലും അല്ല. ഞങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി, മനസ്സിന് സമാധാനമായി എന്നുള്ളതാണോ? മനുഷ്യന്റെ മുമ്പ് മനുഷ്യൻ എന്നത് കിട്ടിയാൽ സമാധാനം വരില്ല. ഇത് കുരങ്ങനാന്ന് പറഞ്ഞാൽ ഓ റാഹത്തായി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കണ്ടല്ലോ. അപ്പൊ ചരിത്രത്തെ ചില ഇടങ്ങളിൽ ചെന്ന് അങ്ങ് അവസാനിപ്പിക്കുന്ന ഒരു ചിന്താധാര, അവിടെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം, പിന്നെയും സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അന്ധമായ ചില അംഗീകാരങ്ങളും അനുകരണങ്ങളും ആകത്തുക അവരുടെ ജീവിതത്തിൽ അവരെ സമാധാനിപ്പിക്കുന്നത് അത് മാത്രമാണ്. ഇത് അവരൊന്ന് ചിന്തിക്കാനും ഒന്ന് ഉണരാനും ഒന്ന് ശ്രദ്ധിക്കാനും എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്. എന്തിനാ, എന്താണ്? അതിനുവേണ്ടിയാണ് അവരെ ക്ഷണിക്കുകയാണ്, അവരെ ശ്രദ്ധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭൗതിക ജാടയുടെ ഈ ഒരു താൽക്കാലിക ബോർഡറിൽ നിന്ന് മാത്രം വിശ്വാസം പറയേണ്ടവരല്ല. നമുക്ക് മുമ്പിൽ നമ്മളുണ്ടെന്ന് നമ്മൾ അറിയണം. നമുക്ക് ശേഷവും നമ്മളുണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പൊ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. പലവർക്കും അവ്യക്തമായി കിടക്കുന്ന പലതുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, ഇതെങ്ങനെ തിരിയും, ഇതെന്തൊക്കെയാണ് പറയുന്നത്? ശാസ്ത്ര ലോകം വളർന്ന സ്ഥിതിക്ക് നമുക്കത് മനസ്സിലാകണില്ല. ബുഖാരി പറഞ്ഞിട്ടും കാര്യമില്ല, മുസ്ലിം പറഞ്ഞിട്ടും കാര്യമില്ല, സാക്ഷാൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടും കാര്യമില്ല. ഉൾക്കൊള്ളാൻ കഴിയാത്തിടത്തേക്ക് മനുഷ്യൻ വളർന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ കാലത്ത് മതത്തിന്റെ അനുയായികളാണെന്ന് പറയുന്നവരിൽ വരെ ഇത്തരം ചിന്താധാരകൾ പടർന്നു പന്തലിച്ച കാലത്ത് ഒറ്റക്കിരുന്ന് നെഞ്ചത്ത് കൈവച്ച് ഒന്നാലോചിക്കണം. മതവിശ്വാസിക്ക് ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. മതമെന്ന് പറഞ്ഞാൽ, മതവിശ്വാസം എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞല്ലോ, മതം, ഭൗതികം, ഭൗതികവാദം, ശാസ്ത്രവാദം എന്ന് പറഞ്ഞാൽ ആത്മീയതയില്ല, ആത്മാവില്ല, മരണശേഷം ഒരു ലോകമില്ല, മരണത്തിന്റെ മുമ്പൊരു ലോകമില്ല, ഈ ലോകം ഇതോടുകൂടി അങ്ങ് അവസാനിക്കും എന്ന് പറയുന്ന വിഭാഗം, എന്ന് പറയുന്ന ചിന്താധാരകൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിന്റെ ലോകത്തെക്കുറിച്ച് ആദ്യമേ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതിനാണ് വിശുദ്ധ ഖുർആൻ ആദ്യം പടക്കും മുമ്പ് നടന്ന ചർച്ച അവതരിപ്പിച്ചത്. പടക്കും മുമ്പ് നടന്ന ചർച്ച ആരോട് നടന്ന ചർച്ച? പടപ്പുകളോട്. നാം ഇന്ന് പറയുന്ന ഈ പടപ്പിനോട് പടച്ചവൻ ഈ തരത്തിലുള്ള, ഇത്തരുണത്തിലുള്ള, ഈ തരത്തിലുള്ള പടപ്പ് നടക്കും മുമ്പ് നമ്മുടെ ആത്മാക്കളോട് പടച്ച റബ്ബ് പറഞ്ഞതും ചർച്ചയുമെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ നമ്മൾ അത് ആദ്യം ഉൾക്കൊള്ളണം. പലവർക്കും നിങ്ങളിങ്ങനെ ഈ ഒരു ആത്മീയ തലം വല്ലാതെ പറയാ, അതൊന്നും ദഹിക്കാത്ത ഒരു വിഭാഗം ഇവിടെ ഒന്ന് ആലോചിക്കാലോ ഒരുമിച്ച്. അതൊന്നും മനസ്സിലാകണില്ല. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുതൽ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ലോകത്തെ കുറിച്ച് കൂടുതൽ ചർച്ചയാവുക, അതിന്റെ കൂടുതൽ കൂടെ ഇങ്ങനെ അയിമ കൂടുക, അതിലൊരു അസ്വസ്ഥത. അതാർക്ക്? ഞാൻ പറയുന്നത് അർദ്ധയുക്തിവാദികൾ എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഘത്തിന്റെ ചർച്ചയല്ല എന്ന് നിങ്ങൾ തിരിച്ചു വായിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മരണശേഷമുള്ള ലോകത്തെ കുറിച്ച് ആലോചിക്കാൻ വരെ പ്രയാസപ്പെടുന്ന മതനിഷേധികളെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണയും വരികയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങളും ഈ ശബ്ദം ശ്രവിക്കുന്നവരും ഒക്കെ പടച്ചോനെ നമ്മളെ പറ്റി തന്നെയാണോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അസത്യം ഒന്നേ ഉള്ളൂ. അവരൊരൊറ്റ റൗണ്ടിന്റെ ഉള്ളിലാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് മരണശേഷം മണ്ണിൽ നിന്നെത്തി മണ്ണിൽ അണഞ്ഞു, മണ്ണുകൊണ്ട് മണ്ണിൽ നിന്ന് വന്നു, മണ്ണിൽ തന്നെ തിരിച്ചുപോയി. ഖലാസ്. വെറുതെ ചർച്ച ചെയ്ത് നീട്ടി വലിച്ച് ഒരു സമാധാനമുണ്ട്. എന്തിനാണ് ഈ പാടുപെട്ടുകൊണ്ട് മരിച്ചോല പിന്നിൽ മരണപ്പെട്ട ശേഷവും ഇങ്ങനെ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന ഒരു പ്രത്യേക ഇതാരാണ് ചോദിക്കുന്നത്? നിങ്ങൾ ശാസ്ത്രം പറഞ്ഞത് കൂടി തട്ടിച്ചു നോക്കാതെ പെട്ടെന്ന് വിഴുങ്ങരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മാന്യനാണ്, വളരെ മാന്യൻ. ഒരു പറഞ്ഞു കണ്ടെങ്കിൽ നോക്കിയപ്പോ കണ്ടില്ല. അതുകൊണ്ട് ആ ഒരു സിദ്ധാന്തത്തിന്റെ വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോക്കിയപ്പോ കണ്ടില്ല എന്നുള്ളതാണ് മൂപ്പര് ഇല്ല എന്നുള്ളതിന് തെളിവാക്കി. എങ്ങനെ നോക്കി? വലിയ സംഭവട്ടോ. ശാസ്ത്രത്തിന്റെ അളവ് പോലെ കൊണ്ട് നോക്കി. വെറുതെ തമാശ പറയല്ല മൂപ്പര്. അപ്പൊ അവർ പറയുന്നത് മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളിലൂടെ അത് നോക്കുക. ഈ ശാസ്ത്രം തന്നെ നമ്മൾ നോക്കിയതാണ്. ശാസ്ത്രത്തെയും ഈ പരിശോധന ശൈലിയെയും ഒക്കെ നമ്മൾ നോക്കിയതാണ്. ശാസ്ത്രം മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്. ഇവിടെ അഭിപ്രായം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രവും ശാസ്ത്രത്തിലെ സകലമാന അന്വേഷണ സാമഗ്രികളും കണ്ടെത്തിയത് മനുഷ്യനാണ്. എന്നിട്ട് അവൻ പറയുന്നു, അവനുണ്ടാക്കിയ ഒരു സാധനം മുന്നിൽ വെച്ച് അതിലൂടെ അവൻ നോക്കുന്നു, അവനെ ഉണ്ടാക്കിയവനെ കാണാനില്ല പോൽ. നാം ഒരു കാര്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിലൂടെ നോക്കിയിട്ട് നമ്മളെ ഉണ്ടാക്കിയവനെ കാണാത്തത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ആളില്ല എന്ന ഒരു വിചിത്രവാദം ഉന്നയിക്കുന്നവർ. അതിനാണ് അവർ പറയുന്നത് ഇങ്ങനെ ഇതിപ്പോ അവസാനിക്കുന്നു, ഇവിടെ എങ്ങനെയാണ് തുടങ്ങി, ഇവിടെ എങ്ങനെയാണ് അവസാനിക്കുന്നു പറഞ്ഞാണ്ടോ നിങ്ങള്. നമുക്കെപ്പോഴും ആദർശ വിശദീകരണത്തിന് ഏറ്റവും നല്ലത് യുക്തിവാദങ്ങളെ പൊളിക്കലാണ്. യുക്തിവാദം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന യുക്തിരാഹിത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അങ്ങനെ പറയാം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ യുക്തി ചിന്തകൾക്ക് ഞാൻ വിധേയമാണെന്നും അല്ലെങ്കിൽ എന്റെ യുക്തി മാഷാഅല്ലാഹ് ഭയങ്കര സംഭവമാണെന്നും വിശ്വസിച്ചു പോയ ചില അല്പജ്ഞാനികളുണ്ട്. ഇല്ല, അത് യുക്തി അല്ല എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ അതിലെല്ലാം അങ്ങോട്ട് ഒലിച്ചു പോകും എന്നതാണ് സത്യം. എല്ലാം ആത്മാവെന്നില്ല, അവരാകെ സമാധാനം. അതാ
ആത്മാവ് എന്നൊരു സംഭവമില്ല. എന്നിട്ട് തെളിവ് പറഞ്ഞതോ ശാസ്ത്രം അങ്ങനെയാണ് നമുക്ക് തന്ന വിവരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമയം വളരെ കുറവാണ്. നമുക്കിങ്ങനെ ഒന്ന് മെല്ലൊന്ന് ഇറങ്ങി ഇവരിലൂടെ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നമ്മളെ വിഷയത്തിലേക്ക് എത്താനുള്ള ടൈം നമ്മുടെ മുമ്പിലില്ല. എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ എങ്ങോട്ട് ഇപ്പൊ 9:12 നിലവിലായി. ഒരു ധാരണ നമുക്കാവുന്നത് നല്ലെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ പ്രോഗ്രാം കഴിയണ്ടേ? അങ്ങനെയല്ലേ നമ്മളെ സമയം? പിന്നെ അല്ല, തുടരുന്നത് നല്ലതാണ്. ഇതേപോലത്തെ 2-3 ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ സമയം ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഇന്നലെ പനി പിടിച്ച് ഗുളിക കഴിച്ച് കിടന്ന ആളാണ് ഞാൻ ഇന്നലെ രാത്രി. ഇന്ന് വരവ് തന്നെ ആളെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് ചെറിയൊരു സമാധാനം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഏതായാലും ഒരു ചെറിയ സമയത്തുള്ളിൽ ഇതിലേക്കൊക്കെ എത്തിപ്പെടണം എന്നതാണ് വെല്ലുവിളി. ഞാൻ പറയുന്നത് ശാസ്ത്രത്തിന്റെ പ്രതികരണത്തിന് മുൻഗണന കൊടുക്കുന്നു. അത് പണ്ട് കാലത്തെ അങ്ങനെയുണ്ട്. ബുദ്ധിയും ചിന്തയും നമ്മളുടെ വീക്ഷണങ്ങളും അതാണ് വിധി പറയേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രസ്ഥാനം മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഹാക്കിം അഖലാണ്. അവരുടെ നിർദ്ദേശം, അവർ വിധി പറയുന്നത് അവരുടെ ചിന്തകൾക്ക് വഴങ്ങുന്നതിനെ മാത്രമേ ഉള്ളൂ. അവർ ഉൾക്കൊണ്ട അച്ചിട്ടുകൊണ്ട് അവരൊന്ന് നോക്കും, ആ മെഷീൻ പ്രതികരിക്കണം, അതിനനുസരിച്ച് അവർ അംഗീകരിക്കും. ഈ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതുമായി ചൊല്ലി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ചില വഹാബി ചർച്ചയിലേക്ക് പോകാൻ നമുക്ക് കഴിയാതെ വരുമെന്ന ഭയത്തോടെ നമുക്ക് ആ വിഷയം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കടക്കേണ്ടി വരികയാണ്. ക്ലാസിനെ അനുഭവിക്കുന്നതൊക്കെ മനസ്സിലാവും. സമയത്തിന്റെ പരിമിതി കണക്കെടുത്തുകൊണ്ട് ഈ ചിന്തകൾ ശാസ്ത്രം പറയട്ടെ എന്നിട്ടാവാം നമുക്ക് മതത്തിന്റെ നിയമങ്ങൾ സ്വീകരിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും ശാസ്ത്രം പറയട്ടെ എന്ന നിലക്കൊന്ന് കാത്തു നിൽക്കുക. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന, അള്ളാഹുവിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആവേശം കാണിക്കുന്ന ചില അഭിനവ ഇജ്തിഹാദുകൾ നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് കടക്കേണ്ടി വരും, ഇല്ലെങ്കിൽ തൊടാതെ തിരിച്ചു പോകേണ്ടി വരും. ശാസ്ത്രം പറയട്ടെ. നിങ്ങൾക്കറിയാം, സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ചെറിയൊരു സ്പീഡ്, കാരണം നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറക്ഫിക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നവും സംഭവിക്കില്ല, നിങ്ങൾ പിഴക്കില്ല, ഒരു ശാസ്ത്രത്തിന്റെ മുമ്പിലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ, ഏറ്റവും വലിയ ചിന്തകനായ, സകല ശാസ്ത്രങ്ങളുടെയും മേലെയുള്ള ഇതൊരു വസ്തുതയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന വസ്തുത അതാണ്, സത്യം അതാണ്. ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും പവറുള്ള ലോക നേതാവ്, അതിന്റെ മേലെ ഒരു ബുദ്ധിയില്ല, അതിന്റെ മേലെ ഒരു സൃഷ്ടിയില്ല, അതിന് മേലെ ഒരു ശാസ്ത്രമില്ല. അവിടെ നിന്ന് പറഞ്ഞാൽ അതങ്ങ് സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു ചർച്ചയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉദ്ധരിച്ച ഒരു ഹദീസ് വലിയൊരു ഈ അടുത്ത് നടന്ന ഒരു സമ്മേളന വേദിയിൽ ചർച്ചയാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ശാസ്ത്രീയ തെളിവുകൾ വെച്ചുകൊണ്ട് ആത്മാവിനെ നിഷേധിച്ച ഒരു ശബ്ദം നിങ്ങൾ കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇപ്പം സംസാരിക്കുന്ന കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ചയാണ്. കുട്ടിയുടെ ചവിട്ടിൽ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അത് അവരെന്നെ സംസാരിച്ച് അവരെന്നെ തിരുത്തി അവരെന്നെ ആകെ കടന്ന് കുഴഞ്ഞതുകൊണ്ട് അതിലിപ്പോൾ നമ്മൾ ഇനി കടക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റുകളിലേക്ക് കടക്കുമ്പോൾ ചില വിഷയങ്ങളും ചിന്തകളും പറയാൻ നമ്മൾ വിട്ടുപോകുമെന്ന് പേടിയിരിക്കുന്നു. എന്നാലും ചെറിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ പോയത്തങ്ങൾ. ഈച്ചയെ നിങ്ങൾ ഒരു വെള്ളത്തിൽ ഒരു ഈച്ച വീണത് കണ്ടു കഴിഞ്ഞാൽ അതിനെ മുഴുവനുമായി ആ വെള്ളത്തിൽ നിങ്ങൾ മുക്കണം. അതിന്റെ ഒരു ചിറകിൽ വിഷമുണ്ടെങ്കിൽ മറ്റൊരു ചിറകിൽ അതിന് പരിഹാരവും ശിഫയും ഉണ്ട് എന്ന് സ്വദഖ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവ് പറഞ്ഞു കഴിഞ്ഞ വിഷയം 5-ാം നമ്പറിലുണ്ട്. ഉദാഹരണമായി ഈച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അതിനെ മുക്കിയെടുക്കണം എന്ന ഹദീസ്, ഈ ഹദീസ് സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അൽ അസബ് പണ്ഡിതനായ ശൈഖ് അബ്ദുൽ മുൻഇം അൻ-നമീർ ഹദീസുർ റസൂൽ കൈഫ വസലത് ഇലൈനാ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിന് രോഗവും അത്യാചരണി ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ പരിശോധന വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയം അല്ല. എന്നാൽ പല വൈദ്യശാസ്ത്ര സംബന്ധമായ പല നിയമങ്ങളും അന്ന് അറബ് സമൂഹത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഹദീസുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് സ്വഹീഹുൽ ബുഖാരി കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. വമാ അതാകുമുർ റസൂലു ഫഖദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആശങ്കയും ഉണ്ടാകരുത് എന്ന് മതവിശ്വാസികളോട് ജഗന്തിയന്താവായ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നിർബന്ധമായും കൽപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനം നടന്ന വിഷയത്തിൽ അദ്ദേഹം പറയുന്നു ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് അന്വേഷിക്കുമ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക ഈ ഒരു ഉപകരണങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തുകയും അതിന്റെ അളവുകോല് കൊണ്ട് അളന്നിട്ട് കിട്ടിപ്പോയാ പോയി. നമ്മൾ ആലോചിക്കണത് കിട്ടിപ്പോയാ പോയി. മതത്തിന്റെ ആശയങ്ങളൊന്ന് ചുരുക്കാനുള്ള ഇടപാട്, ബുദ്ധി കൊണ്ടൊന്ന് അളക്കണം, ശാസ്ത്രം തീരുമാനിക്കണം. ഒന്നിങ്ങോട്ട് നീട്ടിട്ട് അതിന് മറുപടി അപ്പൊ തന്നെ പറയുന്നത് അത് കുറച്ച് കയറിപ്പോയി എന്ന് മറ്റൊക്കെ തോന്നി. ഞാനിത് പറയുന്നത് ഉദാഹരണം ശാസ്ത്രീയമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം ആത്മാവൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായതാണ്. അതിന്റെ മുമ്പ് വെച്ചാൽ പറഞ്ഞേ
അപ്പൊ ശാസ്ത്രത്തിലേക്ക് ഇവർ ആളുകളെ മെല്ലെ മെല്ലെ കൊണ്ടുപോയി ജനങ്ങൾ അല്പാൽപമായി കൂടെ പോയപ്പോ ആ കൂടെ പോയവരിൽ നിന്ന് അവരുടെ ഒരു നേതാവിന്റെ ഒരു ശബ്ദമാണ് ഇതിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ കേട്ടത്. ശാസ്ത്രം പറഞ്ഞു ആത്മാവില്ല. ശാസ്ത്രം പറഞ്ഞതനുസരിച്ച് ഈച്ചയുടെ കാര്യം തീരുമാനിക്കാം. ഞാൻ ഒരൊറ്റ ഉദാഹരണങ്ങളിലൊക്കെ കൂടെ കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആത്മാവ് ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കി ഒറ്റയടിക്ക് ആത്മാവിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. ഇവർ പറയണ എന്താണെന്നറിയോ? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസം. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും പറയാതിരിക്കുക. മനസ്സിനൊരു സമാധാനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഒന്നുമല്ല, എനിക്കൊരു പ്രയാസം, മനസ്സിന് വലിയ പ്രയാസം. ഒരു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മയ്യത്ത്, ജീവനില്ലാത്ത മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോ നമ്മള് വിളിച്ചാൽ കേൾക്കുന്നോ? വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞില്ല. ആലോചിക്കാം. സമയം കുറച്ച് കൂടുതലുണ്ടെന്ന് അറിയിച്ചാൽ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, വേഗം സ്പീഡ് കൂട്ടണ്ട, കുഴപ്പമില്ലല്ലോ. അങ്ങനെ വല്ല മറ്റു വല്ല ചിന്താഗതിക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടി സന്തോഷമായി ഒന്ന് മുന്നിൽ വന്നിരുന്നിട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണ് കാര്യങ്ങൾ. മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോഴേ, ഹലോ സുഗന്ധനല്ലേ, ലോജിക് ഒരു റാഹത്തില്ല. പിന്നെ അത് കേൾക്കുമെന്ന് സംസാരിച്ച് അതെ ചൊല്ലി സംവാദങ്ങളും വാഗ്വാദങ്ങളും നടത്തിയിട്ട് എന്തിനു സമയം കളയണം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഈ മനുഷ്യനെന്ന ഭൗതികവാദികളിലേക്ക് പറയാതെ അവരെത്തിയെന്നല്ലേ അതിന്റെ അർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിൽ നിന്ന് പിരിഞ്ഞാലും അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആത്മാവ് നശിക്കുകയല്ല ചെയ്യണത്, ആത്മാവ് പിരിയാണ് ചെയ്യണത്. ആത്മാവ് നശിക്കുകയല്ല. അപ്പൊ പിന്നെ ഇടയിൽ കയറിയതാണ് നമ്മൾ, ഇടയിൽ കയറിയതാണ് നമ്മൾ, മുമ്പും ശേഷം. ഇത് ചിലപ്പോൾ കളിയാക്കാൻ യുക്തിവാദികൾ വരും, സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾ മതവാദികളാണ്, മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾക്ക് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇത് പരിഹസിക്കാൻ സ്വാഭാവികമായിട്ട് യുക്തിവാദികൾ വരും. മനുഷ്യ, നമുക്ക് മുമ്പ് നമ്മളുണ്ട്. ആര് പറഞ്ഞു? ശാസ്ത്രീയ അളവുപോലെ കൊണ്ട് നമുക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ ആരായിരുന്നു? നമുക്ക് ചർച്ചയിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെതായ നിയമങ്ങൾ വെച്ച് ഓരോന്നിനും അതിൻ്റെതായ അടിസ്ഥാന ശാസ്ത്രമുണ്ട്. അതടിസ്ഥാനത്തിൽ നമുക്ക് ഇരിക്കാം, സമ്മതിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇടയിലുള്ള ശബ്ദങ്ങൾ കേൾക്കട്ടല്ലോ, ഓക്കെ ഉള്ളോ? മെല്ലെ സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ മൊത്തമൊക്കെ റെഡിയാണല്ലോ. തൊള്ളട്ട് സംസാരിക്കുന്ന സമയത്തല്ലേ തൊള്ളട്ടേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രശ്നമാണല്ലോ, മൊത്തം ജീവിതം തന്നെ താളം തരില്ല. എപ്പോഴും തൊള്ളട്ട് സംസാരിച്ചാൽ കുട്ടികളോട് തൊള്ളട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന അതേപോലെ കുട്ടിനടുത്ത് പോയിട്ട് സംസാരിച്ചാൽ കുട്ടികൾ ബോധം കിട്ടുപോലെ. ചെറിയ കുട്ടികളൊക്കെ സംസാരിക്കണ്ടേ? വിഷയം ചില സന്ദർഭത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മയ്യത്തിന് ആരോട് സംസാരിക്കണേ? അപ്പൊ ഇവര് നേരെ മയ്യത്ത് കേൾക്കും. സാറേ, അപ്പൊ മയ്യത്ത് ആള് കേൾക്കും. ഒരു മനസ്സങ്ങനെ വരുന്ന സ്വാഭാവികം. ഇത് കേൾക്കും. അപ്പൊ യുക്തിവാദി ചിരിക്കുകയാണ്. സംഗതി കഴിഞ്ഞു. ഇവർക്ക് യുക്തിവാദികൾ, ഞാൻ പറഞ്ഞു, അർദ്ധയുക്തിവാദികളെ പറ്റി അല്ല നമ്മൾ സംസാരം. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന മൊത്തം പറ്റിയാ. യുക്തിവാദികളെന്ന് അറിയപ്പെട്ട സ്വതന്ത്ര ചിന്താഗതിക്കാരുണ്ടല്ലോ, അവരെ പറ്റിയാണ്. അത് ആർക്കെങ്കിലും ഇങ്ങനെ എന്താണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളിലാണല്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിരിക്കുന്നത് നല്ലതാ. ഈ ജഡത്തിലേക്ക് നോക്കിക്കൊണ്ട് കേൾക്കും കേൾക്കില്ല എന്ന ചർച്ച അവിടെ ഒതുക്കുന്നതിന്റെ കാരണം ഇതന്നെയാണ്. ഇത് എന്ന തെറ്റിദ്ധാരണയാണ് എന്നല്ല, ഒരു പക്ഷേ അത് ശരിധാരണയാണെന്നാണ് അവരുടെ ഭാവം. കാരണം ചില ആളുകൾ അതാണ് ശരി എന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഏത്? ഇത് തന്നെയാണത്. ഈ ബോഡി തന്നെയാണ്, ഈ ഞാൻ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ ജീവനുള്ള ആള് തന്നെ മരിച്ചു കിടക്കുന്ന അവനും, അല്ല ഇവിടെ വേറെ ഒന്നുമില്ല. അറിയോ നിങ്ങൾക്ക്? കിതാബ് റൂഹ്, ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു കിതാബുണ്ട്, കിതാബ് റൂഹ് എന്ന പേര്. ആത്മാവിനെ കുറിച്ച് പറയുന്ന കിതാബാ. ഇബ്നു തൈമിയന്റെ വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യന്റെ കിതാബ്. കിതാബ് റൂഹിൽ 4-5 കോലം വിശദീകരിക്കുന്നു. ആത്മാക്കളുടെ വ്യത്യസ്ത കോലം. ജനിക്കും മുമ്പ് ആത്മാവിന്റെ കോലം, ജനിച്ചു കഴിഞ്ഞ ശേഷം ആത്മാവിന്റെ ബന്ധം, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവും നമ്മളും തമ്മിലുള്ള ബന്ധം,
ഉറങ്ങിക്കഴിഞ്ഞ് ആലമുൽ ബർസഖിലെത്തി നമ്മൾ മരണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കണക്ഷൻ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തും ആ മയ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വസിച്ചിരുന്ന ഈ ബോഡിയുടെ ഉള്ളിൽ അല്ലാഹു സംവിധാനിച്ച ഈ ബോഡിക്കു മുമ്പേ പടക്കപ്പെട്ട എല്ലാവരുടെയും എല്ലാവരെയും പടച്ചത്, ആത്മാവിനെ പടച്ചത് ഒരു ദിവസമാണ്. എല്ലാവർക്കും വയസ്സ് ഒന്നാണ്. ഈ ബോഡിയിലേക്ക് ഓരോരുത്തരും അവരവരുടെ കാലങ്ങളിൽ കയറിയിരുന്നതാണ്. നമ്മളെല്ലാം മുമ്പുണ്ട്, നമ്മളെല്ലാം ഒരു ദിവസം ഉണ്ടായതാണ്. നമ്മളെല്ലാം പടച്ചുറപ്പ് ഒരു ദിവസം പടച്ചതാണ്. ഞാൻ പറയുന്നത് ഈ ആദർശം വിശദീകരിക്കുമ്പോ ഇത് കേൾക്കുന്നവർ വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് നമ്മളെ എല്ലാം പുറത്തെടുത്തുകൊണ്ട് അന്ന് നമ്മളോട് സംസാരിച്ച സംസാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അന്ന് തുടങ്ങിയതാണ്. ഇത് ആത്മാവിന്റെ ഒരു സഞ്ചാരമാണ്. ഇത് ആത്മാവിനെ കുറിച്ച് പറയുന്ന, ആത്മീയ ലോകത്തെ കുറിച്ച് പറയുന്ന ഒരു മതമാണ്. ആ ആത്മാവ് ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ തൽക്കാലം കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ തൽക്കാലം ഒരു സഞ്ചാരിയാണ്, ഒരു യാത്രക്കാരൻ മാത്രമാണ്. ഈ യാത്ര കഴിഞ്ഞുകൊണ്ട് നിനക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാനുണ്ട്. എവിടേക്ക് യാത്ര? നാം പോകുന്നത് എങ്ങോട്ടാണ്? ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ബിദ്അത്തോ ഈ വഹാബിസമോ ഇതെല്ലാം ഒരു യുക്തിചിന്തയുടെ പിറകിൽ പൊട്ടിമുളച്ചതാണ്. ഇതെല്ലാം ചെന്നെത്തുന്നത് മതനിരാസത്തിലാണ്. അമ്പിയാക്കളെ അല്ലാഹു നിയോഗിച്ചത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണ്, അല്ലാഹുവിനെ പറഞ്ഞു തരാനാണ്. ആ പടച്ചുറപ്പിനെ പറഞ്ഞു തരാൻ അമ്പിയാക്കൾ വന്നു. അമ്പിയാക്കൾ നമുക്കത് പറഞ്ഞു തന്നു. അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ട, ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ പോയാൽ നമ്മൾ എത്തുന്നത് അല്ലാഹുവിലേക്കാണ്. ആ റബ്ബിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിന് വഴി ക്ലിയർ ആവണം, റൂട്ട് നന്നാവണം. ആദർശത്തിൽ കംപ്ലൈന്റ് വരരുത്, കലർപ്പ് വരരുത്. ഡയലോഗ് ഉഷാറായിട്ട് കാര്യമില്ല, ഡയലോഗ് ഉഷാറാവും ചിലപ്പോ. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകണ ബസ് കയറിയിട്ട് നമുക്ക് പോകേണ്ടത് കാസർഗോഡ്ക്കാണ്. കോഴിക്കോട് നിന്നാണ് ബസ് കയറി. ഇവനോട് ഇജ്ജ് എവിടുക്ക? കാസർഗോഡ്. എവിടേക്കാ പോണേ? കാസർഗോഡ്. ഭയങ്കര ശബ്ദത്തിലൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവരുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തോന്നിപ്പോകും ഇവർ ആത്മാർത്ഥമായിട്ട് പറയണം. സംഗതി പാവാണ്, ആത്മാർത്ഥത ഉണ്ട്. പക്ഷെ വണ്ടി എത്ര ആത്മാർത്ഥ ഉണ്ടെങ്കിലും ഇത് എവിടെ എത്തുക? തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി എവിടെ എത്തുക? തിരുവനന്തപുരത്തേക്ക് എത്തും. കാസർഗോഡ് ഒരു 1000 വട്ടം പറഞ്ഞത് കൊണ്ട് കാസർഗോഡ് എത്തും? ഇല്ല. അല്ല, ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറയാണ്. എത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സംഗതി എത്തൂല, റൂട്ട് മാറിപ്പോയി. ഇതിനാണ് നമ്മൾ ആദർശം വിശദീകരിക്കുന്നത്. ചില ആളുകളൊക്കെ വിശ്വസിച്ച് ചിലപ്പോൾ ചിന്തിച്ച് ഞങ്ങൾ മതവിശ്വാസികളാണ്, ഞങ്ങൾ തൗഹീദിന്റെ വാഹകരാണ്, നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണെന്നൊക്കെ വിശുദ്ധ ഖുർആൻ ആ ശൈലി പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ നല്ല മാഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ആളുകളാണ്, ഒരിക്കലും പ്രശ്നക്കാരല്ല, ഞങ്ങൾ സംഭവമാണെന്ന് അവർ പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ചതല്ലേ. ഞങ്ങളുടെ നേതാവ് പറയുന്നത് കാസർഗോഡ് തിരുവനന്തപുരത്തേക്കാണ്, ഞങ്ങളുടെ മുമ്പിലുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞ് തിരുവനന്തപുരത്തേക്കാണ്. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് വന്നാലും കുഴപ്പമില്ല.
എന്ത് സംഭവിച്ചാലും വിഷയമില്ല. പോരാ, വണ്ടി നിറങ്ങ്, കാസർഗോഡ് വണ്ടി നിറങ്ങ്. പിന്നെയും പറയുമ്പോൾ കാസർഗോഡ്. എടോ, തൗഹീദ് അല്ലാഹു എന്ന് പറയുന്നത് നീ ഇങ്ങനെ ആവർത്തിക്കുന്നത് തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് എന്താണ് നീ പറയുന്ന തൗഹീദ്? എവിടേക്കാണ് നീ തൗഹീദ് പറഞ്ഞു പോകുന്നത്? എന്താണ് ഇതിന്റെ വിവക്ഷ? എന്താണ് ശിർക്ക്? എന്താണ് തൗഹീദ്? എന്താണ് റൂഹ്? എന്തിനാണ് ആത്മാവെന്ന് പറയുന്നത്? എന്താണ് മരണം? എന്താണ് ജനനം? എങ്ങോട്ടാണ് നമ്മുടെ മടക്കം? എവിടെ നിന്ന് നമ്മൾ വന്നു, എങ്ങോട്ട് തിരിച്ചു പോകുന്നു? ഇതൊരു ചർച്ചയല്ലേ? എനിക്കതറിയണ്ട. തൗഹീദ് ചർച്ചക്കില്ല. ഇതൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല. ഇത് പറയുമ്പോ മൂപ്പര് വളഞ്ഞു പോകാന്ന് പറയും. വളഞ്ഞിട്ടും തെളിഞ്ഞിട്ടെങ്കിലും കാസർഗോഡ് എത്തും. നിങ്ങൾ നേരാണ്ട് പോയിട്ടെന്ന കാര്യം തിരുവനന്തപുരത്തെത്തുക. ഞങ്ങൾ വളഞ്ഞു പോകാന്ന് പറഞ്ഞാല് ചിലപ്പോ ട്രെയിൻ പോകണ്ടാവും. അപ്പൊ ഒന്ന് നിൽക്കേണ്ടി വരും. സൈഡിൽ കൂടെ ഒക്കെ ഒതുങ്ങി കൊടുത്ത് നമ്മൾ റൂട്ടുണ്ട്, നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ പോകണം. ഞാൻ വേണ്ട പോട്ടെ, ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ റോട്ടിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ മാറിയാൽ വണ്ടി ഇടിക്കും, എത്തൂല. വെയിറ്റ് ചെയ്യണം, സൈഡ് കീപ്പ് ചെയ്യണം, ശ്രദ്ധിച്ചു പോണം. ഒരു രക്ഷയില്ല. അതിനെന്നെ കിട്ടൂല, എന്നാ എനിക്ക് അവിടെ എത്താൻ പറ്റൂല. അപ്പൊ തിരിഞ്ഞു സഞ്ചരിച്ചാൽ ആദർശത്തിൽ കലർപ്പ് വന്നു, അവൻ വഴിപിടച്ചു. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا قال الله عز وجل. ശബ്ദമൊക്കെ ഉയരണം. നമ്മളൊരു പ്രത്യേക സ്നേഹത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. പ്രത്യേക ചിന്തയാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. പ്രത്യേക മൈൻഡിലാണ് നാം സഞ്ചരിക്കേണ്ടത്. അതിനനുസരിച്ച ശബ്ദങ്ങളാണ് നമ്മിൽ നിന്ന് പുറത്തു വരേണ്ടത്. ഖാലല്ലാഹു അസ്സ വജൽ ലാ ഇലാഹ ഇല്ലല്ലാഹു യാ റബ്ബ്. മണ്ണിൽ നിന്ന് തീനി മണ്ണിൽ അണഞ്ഞു, മന്നാന്റെ മുമ്പിൽ നീ ഇന്നാൾ അണഞ്ഞു, മണ്ണായി മറയുന്നു നീ, ഓർമ്മയായി മാറുന്നു നീ, ഓർമ്മയായി മാറുന്നു നീ. മണ്ണിൽ തിരിച്ചുപോയി അങ്ങ് ലയിച്ചു കഴിഞ്ഞു എന്നല്ല, മന്നാന്റെ മുമ്പിലേക്ക്, മന്നാനെ കൊള്ളെ, അല്ലാഹുവിനെ കൊള്ള, ഇലൈഹി റാജിഊൻ, മന്നാന്റെ മുമ്പിൽ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സാഹിത്യോത്സവ വേദികളിൽ നിന്നൊക്കെ കേട്ട ഏതെങ്കിലും വരി ഇതിൻ്റെ ഇടയിൽ കയറി വരുമ്പോ ഞാൻ വരണ്ടാന്ന് പറയൂല, ജസ്റ്റ് ഇരുന്നോട്ടെ, പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇരുന്നോട്ടല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഈ യാത്രക്കിടയിൽ അവർക്ക് കയറി ഇരുന്നോട്ടെ, നമ്മളെ കാലം നമുക്ക് സമ്മാനിച്ചതല്ലേ. അപ്പൊ അല്ലാഹുവിന്റെ മണ്ണോടടഞ്ഞു തീർന്നു, അവസാനിച്ചു, മണ്ണിൽ ലയിച്ചു കഴിഞ്ഞു എന്ന ഒരു ചിന്തയിൽ അവസാനിക്കരുത്. ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ആ റബ്ബിലേക്കുള്ള യാത്ര വഴി വിടച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരണം. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇതിന് എപ്പോഴാണെന്ന് ഒഴിഞ്ഞിരുന്ന് കേൾക്കാന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് ഈ വിശദീകരിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഇന്ന് ലോകത്ത് ഉലമാക്കൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം, ഈ വഴി മാത്രമാണ് ഹഖ്. ഇത് സത്യം വിശദീകരിക്കുന്ന ആദർശ പരിപാടികളാണ്, ഇതിനെതിരെയുള്ളത് അസത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നത് എതിർദിശയിലാണ്. വെഴുകരുത്, ഇനിയും കാത്തു നിൽക്കരുത്. മരണം സംഭവിക്കും, നിന്റെ ജീവിതം അവസാനിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു ലോകം വരാനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഇനിയൊരു കാലം ഇനിയും നിനക്ക് വരാനുണ്ട്. അന്നും നീ ജീവിക്കും. ഒരു പുനർജന്മം ഇവിടെ വരാനുണ്ട്. ഇനി രണ്ടാമതൊരു ജനനമുണ്ട്. ഈ ജന്മം ഇവിടെ അവസാനിക്കും. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന രണ്ടാം ലോകത്ത് നമ്മളെത്തും. അതുമങ്ങ് അവസാനിച്ചാൽ പിന്നെ ഒരു ലോകമുണ്ട്. ആ ലോകം പറഞ്ഞു തരാനാ ഹബീബ് റസൂലുള്ളാഹ്. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, 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 വൽ ആഖ
ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹീമ വ മൂസ. അന്ന് മുതൽ ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ മനുഷ്യൻ എന്നുണ്ടോ അന്ന് മുതൽ ഇതുതന്നെയാ പറയുന്നത്. ഏത്? ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം, ഇതല്ല ഒന്നും. ഇതെല്ലാം മറ്റൊരു ലോകത്തേക്ക്, വലിയ ലോകത്തേക്ക്, അസ്തമിക്കാത്ത ലോകത്തേക്കുള്ള സഞ്ചാരപാത മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മരിക്കും, നമ്മൾ ജനിക്കും മുമ്പ് നമ്മൾ ആത്മാവിനെ പടച്ചു. ജനനത്തോടെ ഈ ബോഡിയിലേക്ക് നമ്മൾ കയറി, മരണത്തോടെ ഈ ബോഡിയിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങി. പിന്നീടൊരു ജന്മം വരാനുണ്ട്. അന്ന് ആത്മാവിനെ ഈ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുന്ന, ഒരുമിച്ച് ഈ ബോഡിയിലേക്ക് ഒന്നിപ്പിക്കുന്ന ഒരു കാലമാണ് ആ കാലം. ആത്മാവിനെ കുറിച്ച് പറയുന്നവർ പറയുന്നു, അന്നാണ് ആത്മാവും നിന്റെ ബോഡിയും തമ്മിൽ ഒറിജിനൽ ബന്ധമുണ്ടാകുന്നത്. ഏറ്റവും ശക്തിയാർജിച്ച ബന്ധം, ഏറ്റവും പവറുള്ള ബന്ധം. എന്നിലുള്ള ഞാൻ, നിന്നിലുള്ള നീ, നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ആത്മാവ് മരണം കഴിഞ്ഞ് തിരിച്ചൊരു ജനനം നടന്നാൽ അന്നാണ് നമ്മളിൽ നമ്മുടെ ആത്മാവ് ഏറ്റവും പവറിൽ നമ്മളോട് ബന്ധപ്പെടുന്നതെന്ന് ഇതാ കിതാബ് റൂഹിൽ വിശദീകരിക്കുന്നത് കാണാം. ആത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു പുനർജന്മമുണ്ടെന്ന വിശ്വാസമില്ലാത്തവർ, വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരും ഉണ്ട്. പരിഹസിക്കുന്നവരോടായി രണ്ട് വാക്ക് പറയാം. അല്ല, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ശാസ്ത്രലോകത്തിന്റെ എല്ലാം തിരിഞ്ഞു ബോധ്യപ്പെട്ട് തെളിഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഇവർക്ക്, ഈ പറയുന്ന കക്ഷികൾക്ക് ആത്മാവില്ലെങ്കിൽ, മരണമില്ലെങ്കിൽ, മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ, വളരെ ശ്രദ്ധിക്കണം, മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ, സത്യം അസത്യം എന്ന ഒന്ന്, നീതി അനീതി എന്ന ഒന്ന് എന്തിനാണാവോ? എന്തിനു വേണ്ടിയാണാവോ ആളുകൾ എന്തെങ്കിലും കരുതും എന്നതാണോ? ഞാൻ ചോദിക്കുന്നു, നാളെ ആഖിറം ഇല്ലെങ്കിൽ പിന്നെ, മരണശേഷം ഒരു ജീവിതം ഇല്ലെങ്കിൽ പിന്നെ, ഈ ബോഡി അവസാനിക്കുമ്പോ അങ്ങ് ജീവിതം അവസാനിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ആ രാജാവ് ഈ പ്രജകളോട് നീതി കാണിച്ച് സമയം കളയുന്നത്? എന്തിനാണ് പാവപ്പെട്ട രോഗികളുടെ പിറകിൽ ആരോഗ്യവാന്മാർ സമയം കളയുന്നത്? രോഗികൾക്ക് രോഗമായി പോയി, അവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് രോഗികൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് ആരോഗ്യവാൻ ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കാൻ കഴിയില്ല. ആരോഗ്യമുള്ളവനോ, അവനക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അവനത് ആസ്വദിക്കണ്ടേ? അല്ല, ഞാൻ മൂപ്പർക്ക് വേണ്ടിയോ? അതെന്തു വേണ്ടിയാണ്? അതെന്തിനു വേണ്ടിയാണ്? മൂപ്പർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? അവിടെ നീ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മൂപ്പർക്ക് വിഷമാവുന്നു. മൂപ്പർക്ക് മരിക്കുമ്പോൾ കഴിഞ്ഞില്ല, വിഷമം ഉണ്ടായാൽ തന്നെ മരിച്ചാൽ കഴിഞ്ഞല്ലോ, അവിടെ അവസാനിക്കല്ലേ. പക്ഷെ നീ മരിക്കുന്നവരല്ലേ നീയുള്ളൂ, അടിച്ചു പൊളിച്ച് ആസ്വദിക്കണ്ടേ? ഞാനൊരു ആശ്രമത്തിൽ, ഒരു യാത്രക്കിടയിൽ ഒരു ആശ്രമത്തിൽ സുഖം വിതരണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ കയറി. ആശ്രമത്തിൽ ചെന്ന് ഈ സ്നേഹം, സമാധാനം, ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊന്നും കൂടുതൽ അവതരിപ്പിക്കുന്നില്ല, അതല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് കാരണം ആശ്രമത്തിലെ സ്വാമിജിയുമായിട്ട് നമ്മൾ ബന്ധമുള്ളത് കൊണ്ട് അവരെന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. എന്റെ തിയറി എന്താണെന്നും എന്റെ സംവിധാനങ്ങളും എന്റെ ആദർശം എന്താണെന്ന് നമ്മുടെ വിഷയം നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് രോഗികളെ, പാവങ്ങളെ, സാധുക്കളെ, വിശദമായി പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് കൊടുത്ത കിട്ടണ്ടാച്ചിട്ടാണ് ഞാൻ ശ്രീ വിശദീകരിക്കാത്തത്. പക്ഷെ ഞാൻ സ്വാഭാവികമായി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ആരോഗ്യവാനായ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ പാവപ്പെട്ട രോഗികളെ പിന്നാലെ നടന്ന് സമയം കളയേണ്ട പോലെ കാര്യം അടിച്ച് പൊളിക്കേണ്ട സാറേ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി അടിച്ച് പൊളിക്കേണ്ട ടൈമല്ലേ? അല്ല, അവര് രോഗികളല്ലേ? അദ്ദേഹം, ഞാൻ പറഞ്ഞു, അവരല്ലേ രോഗികൾ, നിങ്ങളല്ലല്ലോ. അവർ രോഗികളാണെങ്കിൽ അവരാണ് രോഗികൾ. നിങ്ങൾക്കൊരു ടൈമേ ഉള്ളൂ. ഒരു പൊതുവെ പറഞ്ഞ അഭിപ്രായമുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കണം. കേട്ടിട്ടുണ്ടാവും, ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കണം. മയക്കുമരുന്നൊക്കെ കൊടുക്കുമ്പോ അടിച്ചു പൊളിക്ക്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിയും, ഇത് അവസാനിക്കും, അടിച്ചു പൊളിക്കും. ഈ ഒരു തിയറിയല്ലേ, ഈ ഒരു സിസ്റ്റം അല്ലേ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്? അല്ല, എങ്ങനെയല്ല നിങ്ങൾ ഈ പറയുന്നത് ലോജിക് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരോഗ്യവാനായ താങ്കൾ, ദിവസങ്ങൾ കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന താങ്കൾ,
ഒരല്പസമയം മാത്രം ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ അനുവദിക്കപ്പെട്ട പ്രകൃതി അനുവദിച്ച, അതാണല്ലോ അവരുടെ ഭാഷ, പ്രകൃതി അനുവദിച്ച താങ്കൾ നല്ല ആരോഗ്യം ആസ്വദിക്കാൻ പറ്റിയ സമയം, അടിച്ചു പൊളിക്കേണ്ട ടൈം, ഏതോ ഒരു പാവപ്പെട്ടവന്റെ പേരിൽ സമയം കളയുന്നു. എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ളത്? അടിച്ചു പൊളിക്കണ്ടേ? രോഗികളൊക്കെ അങ്ങനെ പോട്ടെ, ആരോഗ്യവന്മാരായി അടിച്ചു പൊളിക്കട്ടെ. ഇതൊക്കെ പ്രകൃതിയുടെ സംവിധാനങ്ങളല്ലേ. ഞാൻ പറയുന്നത് ആഖിറമെന്നൊന്നില്ലെങ്കിൽ, അല്ലാഹു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ലെങ്കിൽ, ഒറ്റക്ക് ആരും കാണൂലെങ്കിൽ, ഒരാളും അറിയില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആ പൈസ എടുത്തുകൂടാ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണോ? അല്ല, അത് എടുക്കാൻ പാടില്ല. എന്തിനെടുക്കാതെ? കോടാനക്കോടിയാണ് മൂപ്പരെടുത്തുള്ളത്. അദാനിയോ അംബാനിയോ, ഞാൻ ഒരു പ്രത്യേക ആളെ പേരല്ല പറഞ്ഞത്, അപ്പൊ വിവാദത്തിലുള്ളതുകൊണ്ടെന്ന് ജസ്റ്റ് ഇട്ടെന്ന് മാത്രം. അവർക്ക് ആസ്വദിക്കാൻ മാത്രമൊന്നല്ല, ഇതിലപ്പുറം മൂപ്പരെടുത്തുണ്ട്. അപ്പൊ പിന്നെ ഇതൊക്കെ പാടെ കൂടി ഇത് നാളെ മറ്റന്നാൾ മൊത്തം കൊള്ളാവുന്ന തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ ഒരാൾ തൽക്കാലം ഒരു 2 ചാക്ക്, ഞാൻ എല്ലാത്തിനും കൂടി സൂചിപ്പിച്ച 2 ചാക്ക് പൈസ എന്ന് പറഞ്ഞു. പൈസക്ക് 2 ചാക്ക് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ ചാക്ക് കണക്ക് അങ്ങനെയാണ് എന്റെ ലോകം. അത് നല്ല ഫിറ്റായ ഒരു ഭാഷയാണ്. 2 ചാക്ക് ഇങ്ങോട്ട് കുറച്ചേ. ഞാൻ പറയുന്നത് ഈ ദൈവവിശ്വാസം മാറ്റിവെച്ചാൽ, അദൃശ്യ ലോകത്ത് നിന്ന് ഒരു ക്യാമറയിലൂടെ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഉള്ള ചിന്താഗതി അങ്ങ് മാറ്റിയാൽ, പിന്നെ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും ഉള്ളിൽ നിന്ന് ഒരു നിലക്കും, അതാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ നീതി ഈ രൂപത്തിൽ ചെയ്യണമെങ്കിൽ ഞാനത് എടുക്കാൻ പാടില്ല, അത് അവന്റേതാണ്, എന്റേതല്ല, അത് എനിക്ക് എടുക്കാൻ പറ്റില്ല, അനുവദനീയമല്ല എന്നവൻ പറഞ്ഞാൽ, പിന്നെ അങ്ങനെ എടുക്കാതെ ഞാൻ കുടുങ്ങിയാലോ, ഞാൻ ഇടങ്ങറായാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഭൂകമ്പത്തിൽ എത്ര ആളുകളാണ്, സിറിയയിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു. അവർ ചോദിക്കുന്നത് അള്ളാഹു എന്താ ചെയ്ത്? പ്രകൃതി ഏതേനും ഒരു കുഴപ്പമില്ല, അത് പ്രകൃതി അത് കറക്റ്റ് ചെയ്തു. പിന്നെ പ്രകൃതി ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ അള്ളാഹ് ചെയ്ത് മാത്രം കറക്റ്റ് അല്ലാതാവോ? അല്ല, അത് പ്രകൃതിയും അല്ല, അല്ലല്ല, അത് വേറൊരു കുട്ടിച്ചൈത്താൻ വന്ന് ചെയ്താണെന്നാ. ഇതെന്താ, അത് പുതിയൊരു കുട്ടിച്ചൈത്താണ്ടോ? ഇവിടെ നടക്കുന്നതൊക്കെ എങ്ങനെ നടക്കുന്നു? അത് അങ്ങനെ നടക്കേണ്ട സമയമായപ്പോൾ അങ്ങനെയാണ് നടന്നു എന്നാണ് അവർ പറയുന്നത്. കളവും എല്ലാം അങ്ങനെ നടന്നു, അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ, ഞാൻ വിഷയത്തിലേക്ക് ഇപ്പൊ തന്നെ തിരിഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മതം വിശ്വസിക്കാത്തൊരു മനുഷ്യൻ ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, ഖബറിൽ ജീവിതമുണ്ടെന്ന് അംഗീകരിക്കില്ല, ഇനിയൊരു പുനർജന്മമുണ്ട്, ചോദ്യമുണ്ട്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്താവനില്ലെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇപ്പൊ ആ ജീവിച്ചിരിക്കുന്ന മക്കൾ നഷ്ടപ്പെട്ട ഉമ്മയോട് ഇവര് പോയിട്ട് എന്താ പറയാ? അതെ, സമയമായപ്പോ ഓല് പോയി, സമയങ്ങളും പോകും. ആ കുട്ടി എന്താണ് ഇനി? ആ കുട്ടിയെ എങ്ങനെ കാണും ഞാൻ? എനിക്കിതെല്ലാം നഷ്ടപ്പെട്ടല്ലോ, ക്ഷമിക്കൂ, നിങ്ങൾക്ക് ഇതിന് പ്രതിഫലം ജഗന്തിയന്താവായ റബ്ബ് തരും. എവിടെ തരും? യഥാർത്ഥ ലോകത്ത് തരും. ഏതാണ് യഥാർത്ഥ ലോകം? വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഇതിന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. ഇതെല്ലാം അവസാനിക്കും, ഇതെന്നെങ്കിലും ഒന്ന് തരിപ്പണമായി പോകും. പിന്നെ പടച്ചറബെന്ന് പറയുന്ന സത്യമുണ്ട്, അത് സത്യമാണ്. ആ പുനർജന്മനാളിൽ അവിടെ നമുക്ക് ഇതെല്ലാം അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ ലോകം വരാണ്ടോ? ക്ഷമിക്കാലോ? അൽഹംദുലില്ലാഹ്, മനസ്സമാധാനായില്ലേ? അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട എത്ര മക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല, ഒരു കുറ്റവും അവരിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. അക്രമികൾ വന്നു ക്രൂരമായി അവരെ കൊല ചെയ്ത് കഴിഞ്ഞു. എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നു. പല വൈരാഗ്യത്തിന്റെ പേരിൽ രാഷ്ട്രീയ വൈരികൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കയറ്റി വെച്ച് തീവ്ര ചിന്തകളോടുകൂടി ജീവിക്കുന്നവർ ആരെയൊക്കെയാ കൊല്ലുന്നത്? അവന്റെ വിധവയായ ഭാര്യയോട് നമുക്ക് എന്താ പറയാനുള്ളത്? ആ ജീവിച്ചു വരുന്ന കുഞ്ഞു പൈതലിനോട് നമുക്കെന്ത് സമാധാനമാ പറയാനുള്ളത്? നീതിയുടെ ലോകം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തുണ്ട്? ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ ഈ ലോകമല്ല മോനെ ലോകം,
ഈ ജീവിതമല്ല മോനെ യഥാർത്ഥ ജീവിതം. ഇനി ഒരു ജീവിതം വരാനുണ്ട്. നിന്റെ ഉപ്പ അന്ന് സ്വർഗത്തിൽ നിന്നെ കാത്തിരിപ്പുണ്ട് പോലെ എന്ന് പറയുമ്പോ ആ റബ്ബിനെ കുറിച്ച്, ആ ആഖിറത്തെ കുറിച്ച്, ആ സ്വർഗലോകത്തെ കുറിച്ച് ആ മനുഷ്യന്, ആ മകന് ചിന്തിക്കാം. ആ വിധവയായ ആ പൊന്നുമോൾക്ക് ചിന്തിക്കാം. തന്റെ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാമെന്ന പ്രതീക്ഷയിൽ ഉള്ള ഭൗതിക ലോകത്തെ ജീവിതം അവർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ചു തീർക്കാൻ കഴിയും. അല്ലാതെ എന്ത് പരിഹാരം? എവിടെന്നെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? ഇവർക്ക് പ്രതിഫലം കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത്, ഈ ലോകം ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് വിഡിത്തമാണ്. നീതീകരിക്കാൻ കഴിയില്ല. അത് വെച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് ഒരു നീതിയും നടക്കില്ല. അതാണെങ്കിൽ സംസാരിക്കാനുള്ളതെങ്കിൽ നമുക്കത് സംസാരിക്കാം. നീതിയുടെ ഡെഫിനിഷൻ നമുക്കൊന്ന് സംസാരിക്കാം. എന്താണ് സത്യത്തിന്റെ, അസത്യത്തിന്റെ, നീതിയുടെ, അനീതിയുടെ ഡെഫിനിഷൻ? നമുക്കൊന്ന് പറയാം. പരസ്പരം തെറ്റാം, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. നിനക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പലരും കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. കൊന്നവന്റെ ഭാഗം നീതിയാണ്. ഞാൻ ചെയ്യേണ്ടവനെ ചെയ്തു, ഞാൻ നീതിയാണ് ചെയ്തത്. കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ക്രൂരമായി ആ കുഞ്ഞിനെ കൊല ചെയ്യപ്പെട്ടു. അനീതിയാണ് സംഭവിച്ചത്. ഇവിടെ എന്താ പ്രശ്നം? അവനെ സംബന്ധിച്ചിടത്തോളം അവനെ മതം നയിക്കുന്നില്ല, മത നിയമങ്ങൾ അവനക്ക് വിഷയമില്ല. പിന്നെന്താ അവനക്ക് വിഷയം? അവന്റെ ബുദ്ധി, അവന്റെ ചിന്ത, അവന്റെ ബോധം, അവന്റെ ശാസ്ത്രം, അവന്റെ ഫിലോസഫി. അപ്പൊ അവന്റെ ചിന്ത അവനോട് പറഞ്ഞത് ഞാൻ നീതിയുടെ മേലിലാണെന്നാണ്. ഇവൻ പറഞ്ഞതോ അനീതിയാണെന്നാണ്. ഈ നീതി എന്ന വാദവും അനീതി എന്ന വാദവും രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നു. രണ്ടിനെയും ന്യായീകരിക്കാനും അതിനിടയിൽ ഇടപെട്ട് മധ്യസ്ഥ പറയാനും ഒരു യുക്തിവാദിക്ക് നടക്കാൻ സംഭവിക്കില്ല. കാരണം യുക്തിവാദി ഇനി വന്നു കഴിഞ്ഞാൽ ഓന്റെ യുക്തിയെ അവനക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ യുക്തി 3, യുക്തി 1, യുക്തി 2, യുക്തി 3, വൈവിധ്യങ്ങൾ. അങ്ങനെയാണ് പറയുന്നത്. വൈവിധ്യം അത് ആസ്വദിക്കണം. അതായത് കൊല ചെയ്തവന്റെയും കൊല ചെയ്യപ്പെട്ടവന്റെയും ഇതെല്ലാം വൈവിധ്യമാണ്, അത് ആസ്വദിക്കണം എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെ നീതീകരിക്കും? ഞാൻ പറഞ്ഞു വന്നത്, മയക്കുമരുന്ന് കുടിക്കുന്നത്, ആസ്വദിക്കുന്നത്, അത് നീതിയാണോ അനീതിയാണോ? അത് ചെയ്യണത് പറ്റുമോ പറ്റൂലേ? ഓലോട് ചോദിച്ചു നോക്കി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് ചോദിച്ചു നോക്കി. അതല്ലെങ്കിൽ പിന്നെ ഏതാ അവിടെ നീതി? അതല്ലെങ്കിൽ പിന്നെ എന്താ അവിടുത്തെ സുഖം? അവരെ സംബന്ധിച്ചൊരു തർക്കം തന്നെയല്ല. എങ്ങനെ തിരുത്തും? അത് അവന്റെ അഭിപ്രായമാണ്. മയക്കുമരുന്ന് പാടില്ല എന്ന് ഇവന്റെ അഭിപ്രായമാണ്. അടിച്ചേൽപ്പിക്കലാണെങ്കിലോ ക്രൂരതയുമാണ്. ഒരു മതമെന്നല്ല. മതം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നം, വേറെ അടിച്ചേൽപ്പിക്കുമ്പോൾ പ്രശ്നമില്ലേ? അടിച്ചേൽപ്പിക്കൽ എല്ലാം പ്രശ്നമാണ്. സ്വതന്ത്ര ചിന്തക്കെതിരാണ്. സ്വതന്ത്രമായി വിട്ടുകൊടുത്താലോ വൈരുദ്ധ്യങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങും, മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഒരു നീതിയും വിശദീകരിക്കാൻ ഞാൻ ചോദിക്കുന്നു, ഡെഫിനിഷൻ പറയാൻ അവർക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞത് മരണം, അതോടുകൂടി കാര്യം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് മയക്കുമരുന്ന് തെറ്റാണ്. നിന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന, നിന്നെ തന്നെ നീയല്ലാതെ ആക്കുന്ന, മനുഷ്യനെ മനുഷ്യനാക്കാൻ, മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കാൻ മനുഷ്യന് അല്ലാഹു സംവിധാനിച്ചു കൊടുത്ത ബുദ്ധി അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നും പാടില്ല. ആര് പറഞ്ഞു? ബുദ്ധി പടച്ച, നിന്നെ പടച്ച ജഗന്തിയന്താവായ റബ്ബ് പറഞ്ഞു. അതിന് റബ്ബ് വേണം, റബ്ബിൽ വിശ്വാസം വേണം, അവന്റെ നിയമം വേണം. ആ നിയമമാണ് മതം. ആ മതത്തിൽ വിശ്വസിക്കണം. മതത്തിനെ കൊഞ്ഞലം കുത്തി മറ്റെന്തോ ആശയത്തിന്റെ പിറകിൽ പോകുന്നവർക്ക് ഒന്ന് മാത്രം അവർ പറഞ്ഞാൽ മതി, ഇന്ത്യയുടെ ഭരണഘടനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ത്യയുടെ ഭരണഘടന 100% ഓക്കെ ആണോ? ആ ബുദ്ധി നിങ്ങൾ അങ്ങ് അംഗീകരിക്കാൻ തയ്യാറാണോ? വിഴുങ്ങാൻ റെഡിയാണോ? മിയാ ഫിൽമിയ ഓക്കെ ആണോ? വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു അഭിപ്രായത്തിന്റെ കീഴിൽ തലകുനിക്കാതെ ഒരു മനുഷ്യന് ജീവിതം തുടങ്ങാൻ തന്നെ കഴിയില്ല. നമ്മളാണെന്ന് അഡ്രസ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഇത്തരം ചിന്തകൾ, വിശ്വാസങ്ങൾ, അതിലേക്ക് നമ്മൾ കടക്കണം. ഒരു നിരീശ്വരവാദിയായാലും ആരായാലും അവനൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ സ്വതന്ത്രനാണെന്ന് പറയാൻ തുടങ്ങിയത്, ഒരു കാലത്ത് ഓൻക്ക് ഉമ്മല്ലാതെ ഭക്ഷണം കിട്ടൂല. പിന്നെയാണ് സ്വതന്ത്ര ചിന്തയൊക്കെ തുടങ്ങിയത്. ഉമ്മച്ചില്ലെങ്കിൽ പള്ളനറിയൂല. സ്വതന്ത്ര ചിന്താഗതിക്കാരനല്ലേ നേരത്തെ പറഞ്ഞേ. ഉമ്മല്ലെങ്കിൽ ഫുഡില്ല, ബാപ്പച്ചില്ലെങ്കിൽ വെള്ളം കിട്ടൂല. ഉമ്മ, മെച്ചി, പെച്ചി, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. അതാണെങ്കിലോ ഒരു അന്ധവിശ്വാസമാണ് താൻ. വളരെ ശ്രദ്ധിക്കണം. അതൊരു അന്ധവിശ്വാസമാണ് താൻ. മീൻസ്
ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറയണ ഞാനത് വിശ്വസിക്കണം അല്ലല്ല. എന്തേ എല്ലാവരും ടെസ്റ്റ് നടത്തി ബോധ്യപ്പെടുത്തിയതാണോ? അല്ല, എല്ലാവരും പറഞ്ഞു ഉമ്മയാണെന്ന്. പടച്ചോ കണ്ട പാട്. ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികളെ മാറ്റലുണ്ട്. കറുത്ത കുട്ടിയും വെളുത്ത കുട്ടി ഉണ്ടെങ്കിൽ വെളുത്ത കുട്ടിനെ ഈ ബെഡ് നമുക്ക് വെച്ച് കറുത്ത കുട്ടിനെ ആ ബെഡ് കൊണ്ട് വെച്ചാലോ, പൈസ കൊടുത്തിട്ട് വെച്ചാലോ, അതിൻ്റെ ഉള്ളിൽ വല്ല കൊടുത്താൽ കിട്ടും. ഇവരെല്ലാരും കൂടി പറഞ്ഞ ഉമ്മയാണ്, എന്നാ പിന്നെ ഉമ്മയാണ്. പിന്നെ ഉമ്മ പറഞ്ഞ ഇപ്പയാണ്, ഇവരെല്ലാരും പറയും ഇപ്പയാണ്, പിന്നെ ഇപ്പയാണ്. വിശ്വസിച്ചേ പറ്റൂ, ഒരു രക്ഷയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ തുടങ്ങുകയാണ് അന്ധവിശ്വാസം. ആരാനെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടില്ലല്ലേ ഇവർക്ക്? ആരാം പറയുന്നത് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ? മോനെ, അപരനില്ലാതെ നീയില്ല, അപരനില്ലാതെ നീയില്ല. അള്ളാഹുവിനെ അറിയാൻ ഒരു മനുഷ്യനെ മറ്റൊരാളിലൂടെ അല്ലാതെ അള്ളാഹുവിനെ അറിയാൻ ഒരു സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് പോണ വണ്ടിക്കാ കയറിയുള്ളത് കാസർഗോഡ് ഇഞ്ചി പറയാണ് സംഗതി വണ്ടി തിരുവനന്തപുരത്തേക്ക് പോണത്. ഇറങ്ങുക. ആദം അലൈഹിസ്സലാമിനെ പടച്ചു. ആദ്യ മനുഷ്യനെ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. എന്നിട്ട് അള്ളാഹുവിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ മലക്കുകളോട് പറഞ്ഞു, ആട് പോയിക്കോളാൻ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ഫസ്റ്റ് തുലി ആദം. അല്ല, ഞാൻ ഇങ്ങോട്ടാണ്. വേണ്ട, അങ്ങോട്ട് പോയാനോ? അള്ളാഹു പറഞ്ഞാണോ ഇങ്ങോട്ട് പോയാൽ? അത് അങ്ങോട്ട്, അതാണ് ഇങ്ങോട്ട്. അത് അങ്ങോട്ട്, അതാണ് ശരിക്കും ഇങ്ങോട്ട്. ഇജ്ജ് പറഞ്ഞ ഇങ്ങോട്ട് അങ്ങോട്ട് എത്തൂല. തിരുവനന്തപുരത്തേക്ക് ഇങ്ങോട്ടോടും ഇങ്ങോട്ടോടും എത്ര കട്ടി പറഞ്ഞു കാര്യമില്ല, കട്ടി പറഞ്ഞു കാര്യം എത്തൂല, എത്തൂല എന്ന് എത്തൂല. അവരില്ലാതെ എത്തൂല. ആ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കരുത്. എല്ലാവരും സ്വീകരിച്ചില്ലേ? എല്ലാവരും ഇല്ല. ഇബ്ലീസ് ഒരാൾക്ക് ഞാനെന്ന ഭാവത്താൽ കൽബിൽ കേറി ഇബ്ലീസ്, ജ്ഞാനമതില്ലാതെ കാട്ടിപ്പോയി പല നാമൂസ്. ഞാനെന്ന ഭാവമാണ് ഇതിന്റെ എല്ലാം ആകത്തുക. സകല ഫിത്നകളും ഉണ്ടാകുന്നത് ഞാനെന്ന ഭാവത്തിൽ നിന്നാണ്. ഇബ്ലീസ് തുടങ്ങിയതും ഞാനെന്ന ഭാവത്തിൽ നിന്നാണ്. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഞാൻ ആരാ മോൻ എന്നാണ് ഇതിനർത്ഥം. ഞാൻ ആരാ സംഭവം. യുക്തിവാദികളുടെയും നിരീശ്വര ചിന്താഗതിക്കാരുടെയും ഇന്നത്തെ ഈ വഹാബിസത്തിന്റെ മൊത്തത്തിൽ അവൻ എന്ത് പറഞ്ഞു? ഞാൻ ആരാ മോൻ എന്നുള്ളതാണ് ടോട്ടൽ അതിന്റെ ഒക്കെ ആകത്തുക. അതാ അവൻ അവനിലേക്ക് മടങ്ങുന്നു, അപരനെ മറക്കുന്നു, അപരനെ മറക്കുന്നു. മറ്റൊരാളെ അങ്ങ് മാറ്റി നിർത്താൻ ഒരു മടിയുമില്ല. കാരണം അവൻ അവനാവാനുള്ള പൂതിയാണ്, അവൻ അവനാവാനുള്ള പൂതിയാണ്, മറ്റൊന്നുമല്ല. ഇത് മനസ്സിലാവില്ലേ? ഉണ്ടെങ്കിൽ അമ്പിയാക്കന്മാര് കൊഞ്ഞലം കുത്തി, സ്വഹാബത്തിനെ ചെറുതാക്കി, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വരെ ന്യായീകരിച്ചു തുടങ്ങി, മാറ്റി പറയണമെന്ന് അഭിപ്രായം വന്നു തുടങ്ങി. കുറച്ചൊക്കെ കാര്യങ്ങൾ തിരുത്തണമെന്നവർക്ക് അഭിപ്രായമായി. വാശി പിടിച്ചവർ പറയുന്നത് എന്താണെന്നറിയോ? മറ്റൊരാളിലേക്ക് തിരിയാന്നുള്ളത്, മറ്റൊരാളെ കുറിച്ച് പറയാന്നുള്ളവർക്ക് പ്രശ്നമാണെന്ന് മാത്രമല്ല, അതൊരു ഭ്രാന്താണ് അവർക്ക്. ആ ഒരു പറഞ്ഞല്ലോ, ഭയങ്കര സൗണ്ടിൽ പറഞ്ഞിട്ടല്ലോ. ഖുർആനിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞു കൊടുക്കുന്നത് ഖുർആനിൽ ഒരിടത്തില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും എന്തിനാണ് ഈ ഗൗരവം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഈ ശബ്ദിച്ച ആളോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്? എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിന്റെ, ഈ ലോക നേതാവിന്റെ, ആ പറഞ്ഞ ഫുലാന്റെയും നേതാവ്, അതാ ഞാൻ പറയുന്നത്. ലോക നേതാവിന്റെ മദ്ഹ് പറയാ ഖുർആനിൽ എവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഇല്ല
പിന്നെ ഓനക്ക് നൊലോളിക്കാൻ പൂതിയുണ്ട്, ഓനക്ക് മുന്നിലുള്ള അടിച്ച് പൊളിക്കാനൊക്കെ പൂതിയുണ്ട്. ഇവർക്ക് സഹിക്കണം. ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്നത് ഇത്തരം ക്ലിപ്പുകളിൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ എന്തൊക്കെയോ റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്. വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മധു പറഞ്ഞു നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും എന്ത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം? ഒരു സംഘടന ഇപ്പൊ എന്താ ഇന്നിപ്പോ ഇടത് സംഘടനയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മധു പറയാൻ പാടില്ലാന്ന് ഇടതുപക്ഷം ആണെങ്കിൽ അങ്ങനെ വലുതാക്കൊന്നും വേണ്ട, അങ്ങനെ പറയൊന്നും വേണ്ട, അങ്ങനെ സംഭവമാക്കൊന്നും വേണ്ട. സ്ഥാനാർത്ഥിന്റെ മധു പറയണ്ട. നമ്മളെ സ്ഥാനാർത്ഥി സംഭവം എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ പൊന്നാര ചങ്ങായോ, ഈ സ്ഥാനാർത്ഥിന്റെ മധു പറയാതെ പിന്നെ ആൾക്കാർക്ക് സ്ഥാനാർത്ഥിനെ മനസ്സിലാവും. വോട്ട് കിട്ടുമോ? ആൾക്കാർ വോട്ട് ചെയ്യണ്ടേ? അതിന് അവരാരാണ് വലിയ മഹത്വം പറഞ്ഞു കൊടുക്കണ്ടേ? ഖുർആനിൽ എവിടെ അങ്ങനെ അല്ല. ഖുർആൻ മുഴുവനും മുത്തുനബിയുടെ മേൽ ഇറങ്ങിയ മൊഴിജത്താണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൊഴിജത്താണ്. ഖുർആൻ പറയുന്നത് മുഴുവനും മുത്തുനബിയുടെ മദ്ഹാ. പുതിയാപ്പിളന്റെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ മാതിരി ആയല്ലോ. എന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പുതിയാപ്പിള. വല്ലാത്തൊരു കഥായി പോയി. ബാപ്പ പോയിട്ട് എല്ലാരും വിളിച്ചു, ഏട്ടനും അഞ്ചനും നടന്ന് വിളിച്ചു. പക്ഷെ എന്നോട് ഒരു വാക്കും വേണ്ടിയില്ല. പൊന്നാരപ്പൊട്ട ജാനട ഇതിന്റെ വിഷയം. നീയാണ് ഈ സദസ്സിലെ വരൻ, നീയാണ് പുതുവരൻ, നീയാണ് പുതിയാപ്പിള, നീയാണ് വിഷയം, നീയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله. വിശുദ്ധ ഖുർആൻ മുത്തുനബിയുടെ മദ്ഹ് പറയുന്നു. ഒരു സൂറത്ത് തന്നെ അങ്ങനെ അവതരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെ മുമ്പേ പറയുന്നു. മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ആ വിഷയം ചർച്ച ചെയ്യുന്നു. മുൻകഴിഞ്ഞ മുഴുവൻ ആളുകളും അത് അംഗീകരിച്ചു പോരുന്നു. അത് അംഗീകരിച്ചു പോരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. പക്ഷേ അംഗീകരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലെത്തിയപ്പോ ഫലമ്മാ ജാഅഹും മാ അറഫൂ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി. മുന്നിൽ എത്തിയപ്പോ പോലെ സ്വഭാവം മാറി. കുഴപ്പമുണ്ടായില്ല. അന്ന് വരെ അതിന്റെ മുമ്പ് നടന്നിരുന്ന സകല സമരമുഖങ്ങളിലും അവരിറങ്ങുമ്പോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തിരുന്നു. യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. വിശുദ്ധ ഖുർആൻ പറയുന്നു, യസ്തഫ്തിഹൂന ഫലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് അന്ന് തന്നെ അവര് സമരത്തിനിറങ്ങുമ്പോ, യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ട ഘട്ടം വരുമ്പോ അവരെന്ത് ചെയ്യുമായിരുന്നു? اللهم انصرنا بالنبي المبعوث في آخر الزمان. اللهم انصرنا بالنبي المبعوث في آخر الزمان. اللهم انصرنا بالنبي المبعوث في آخر الزمان. പടച്ച റബ്ബേ, വരാനിരിക്കുന്ന ഒരു നബി ഉണ്ടല്ലോ, അന്ത്യപ്രവാചകരുണ്ടല്ലോ. ആ നബിയെ കൊണ്ട് ഞങ്ങൾ നിന്റെ സഹായം തേടുന്നു അല്ലാഹ്. ആദ്യമേ ഈ മുത്തുനബിയെ വെച്ച് തവസ്സുൽ ചെയ്താണ് മുൻഗാമികൾ പോന്നിരുന്നത്. ഫലമ്മാ ജാഅഹും ആളെ നിർണയിക്കുമ്പോ ചിലപ്പോൾ പ്രശ്നമാകും. അങ്ങനെയുണ്ട്. നമ്മള് ചിലപ്പോ ഇടതായിരിക്കും, ചിലപ്പോ വലുതായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്താണ് പറയാ, സാക്ഷിയല്ലല്ലോ. സ്ഥാനാർത്ഥിയെ നിർണയിക്കണവരെ ഭയങ്കര പാർട്ടിന്റെ പ്രവർത്തകനായിരിക്കും.
നിർണയിച്ചു കഴിഞ്ഞാൽ ചിലരുടെ മോതമൊക്കെ നോക്കിയാൽ ഒരു ഇടങ്ങറുണ്ടാവും. അല്ല നമ്മളെ സ്ഥാനാർത്ഥി അല്ല നമ്മള് ഇലക്ഷൻ എന്താണോ നമ്മളെ പാർട്ടി, എന്റെ പാർട്ടിയേക്കാണ് നമ്മളെ പാർട്ടി, വേറെ പണിയില്ല മനുഷ്യൻ. എന്താണോ നമ്മളാകുന്ന് വിചാരിച്ചീനി, നമ്മളെ കൂട്ടത്തുനിന്ന് ആളാകുന്ന് കരുതീനി. പക്ഷെ അത് ആ കൂട്ടത്തിൽ നിന്നായപ്പോ നമുക്ക് സഹിക്കണില്ല എന്ന് പറയണേ. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ചില മോന്തക്ക് ചില പ്രശ്നം ഉണ്ടാവും. അവരറിയുന്ന ആളുണ്ടല്ലോ, ഇന്ന രൂപമുള്ള, ഇന്ന ഭാവമുള്ള, ഇന്ന വിശേഷണങ്ങളടങ്ങിയ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ആള് വന്നപ്പോ കഫറൂ ബിഹി, അവരങ്ങ് നിഷേധിക്കുകയാണുണ്ടായത്. അവര് നിഷേധിച്ചു, പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ആ ഹബീബ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, മുത്തുനബി വന്നു. അവിടുന്ന് വന്നപ്പോൾ അവർക്ക് താങ്ങാൻ സഹിക്കാൻ പറ്റാതെയായി. ആ മദ്ഹ് പിന്നെ അവർക്ക് കേട്ടുകൂടാ. അവിടുത്തെ മഹത്വങ്ങൾ കേൾക്കുന്നത് ദേഷ്യായി. പിന്നെ നബി തങ്ങളിൽ നിന്ന് എന്ത് കേട്ടാലും അവർക്ക് പ്രശ്നമായി. പിന്നെ ചോദ്യങ്ങൾ തുടങ്ങി, പ്രശ്നങ്ങൾ തുടങ്ങി, വിവാദങ്ങളായി. ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇറങ്ങും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് ലഭിച്ചുകൊണ്ട് പ്രബോധന ഗോതയിൽ ഇറങ്ങും മുമ്പ് മുൻകഴിഞ്ഞ മുഴുവൻ ജനതയോടും പടച്ച റബ്ബ് ഇൻജീലിലൂടെയും തൗറാത്തിലൂടെയും പഠിപ്പിച്ച ത്വഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം